അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദല്ലേ? ഒരു അൽഹംദുലില്ലാഹ്. സംശയം. ഇപ്പോൾ ഈ സ്ത്രീകള് ഇദ്ദ ഇരിക്കുമല്ലോ, അപ്പോൾ ഈ വഫാത്തിന്റെ ഇദ്ദയായാലും തലാഖിന്റെ ഇദ്ദയായാലും ഈ ഇദ്ദ കഴിഞ്ഞാല് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു കുളി ഉണ്ട് എന്ന് കേട്ടു. ഇദ്ദ കഴിഞ്ഞിട്ടൊരു കുളി, സാധാരണ ഇപ്പം നമ്മൾ ജുമാക്കൊക്കെ കുളിക്കുന്ന ഒരു സുന്നത്തായ ഒരു കുളി, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് തന്നെ പല കുളികളുണ്ടല്ലോ, അതുപോലെ ഒരു കണ്ടുകൊണ്ട് ഒരു പ്രത്യേക ഒരു കുളിക്കുന്ന ഒരു നിലപാട്. അങ്ങനെ ഒരു കുളി ഇദ്ദ കഴിഞ്ഞാൽ സുന്നത്തുണ്ടോ? പിന്നെ അല്ല അതൊരു അനാചാരമായിട്ടോ അല്ലെങ്കിൽ ആചാരമായിട്ട് ആരെയും കൊടുന്നത് പിന്തുടർന്നതാണോ? അങ്ങനെ നമ്മളെ ഇമാമിയങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു കുളിയെ പറ്റിയിട്ട് പരാമർശിച്ചിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് ഉസ്താദ് വിശദീകരിക്കണം. സ്ത്രീകളുടെ ഇദ്ദ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ത്വലാഖിൻ്റെ ഇദ്ദ ഉണ്ടാകും, ഭർത്താവ് മരിച്ചിട്ടുള്ള വഫാത്തിൻ്റെ ഇദ്ദ ഉണ്ടാകും, അങ്ങനെ പല രൂപത്തിലുള്ള ഇദ്ദയുണ്ട്. ഇദ്ദ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒക്കെയുണ്ട്. എന്നാൽ ഇദ്ദ കഴിഞ്ഞിട്ട് പിന്നെ കുറേ ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ ആയിട്ട് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പല നാടുകളിലും പല വ്യത്യസ്തമായ രൂപത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുക. ചില നാടുകൾ ചിലതുണ്ടാകും, ചില നാടുകൾ ചിലതുണ്ടാകൂല, അങ്ങനെ പല രൂപത്തിലും ഉണ്ടാകും. ഏതായാലും എല്ലാം അനാചാരം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തള്ളിക്കൂടാം. പ്രത്യേകിച്ച് ഇപ്പം ഇദ്ദ കഴിഞ്ഞിട്ട് ഒരു കുളി, ആ ഒരു കുളി ഇദ്ദ കഴിഞ്ഞതിൻ്റെ പേരിൽ പ്രത്യേകം ഒരു നിയ്യത്ത് വെച്ചുകൊണ്ടൊരു കുളിയുണ്ടോ, അത് അനാചാരം എന്നുള്ള ഒരിക്കലും പറയാൻ കഴിയില്ല. നേരെ മറിച്ച് അങ്ങനെ ഒരു കുളിയുണ്ട്, അത് സുന്നത്താണ് എന്നുള്ളതും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മളെപ്പോഴും നോക്കുന്ന കിതാബുകളാവുന്ന തുഹഫ മോനി നിഹായിലൊന്നും കണ്ടില്ലെങ്കിലും എന്നാൽ അവിടെ ഒന്നും എതിർപ്പായിട്ടൊന്നും കണ്ടിട്ടുമില്ല. എതിർത്തുകൊണ്ടതില്ല, അത് അനാചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കണ്ടില്ല. നേരെ മറിച്ച് അങ്ങനെ ഒരു കുളിയുണ്ട്, അത് സുന്നത്താണ് എന്ന് പിൽക്കാലത്ത് വന്ന ഒരുപാട് പണ്ഡിതന്മാരൊക്കെ അത് ഏറ്റുപിടിച്ച് പറഞ്ഞു കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബഅലവി റഹിമഹുല്ല അവിടുത്തെ ബഗിയ എന്ന് പറയുന്ന കിതാബ്, ബഗിയത്തുൽ മുസ്തർഷിദീൻ, ഇപ്പോൾ നമ്മൾ നോക്കുന്ന കിതാബ് തന്നെയാണ് ഇതൊക്കെ. ഇതിനകത്ത് ഇങ്ങനെ കുളി, സുന്നത്തായ കുളികൾ ഇങ്ങനെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ആ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം കുളിക്കൽ സുന്നത്ത് തന്നെയാണ്, അതും സുന്നത്തായ കുളിയിൽ പെടുത്തണം എന്ന് പറയുന്നുണ്ട്. ബഗിയയുടെ 1-ാം വാള്യം ഇതിൻ്റെ 359 പേജിലുണ്ടോ സുന്നത്തായ കുളികൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഗുസാലുൽ മസ്നൂന എന്ന് പറയുന്ന, അതായത് സുന്നത്തായ കുളികൾ എന്ന് പറഞ്ഞ അധ്യായം തന്നെയുണ്ട് കിതാബ് ത്വഹാറത്തിൽ നോക്കിയാൽ. അവിടെ അങ്ങനെ കാണും, വലിൽ മുഅ്തദ്ദത്തി ബഅദ ഫറാഗി ഇദ്ദത്തിഹ ഉണ്ടോ. അത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഇദ്ദ കഴിഞ്ഞിട്ട് ശേഷം കുളിക്കലും അതും സുന്നത്ത് തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുളി എന്ന് പറയുമ്പം ഇതേ ഒരു ഇബാറത്ത് തന്നെ വേറെയും പണ്ഡിതന്മാർ ഇത് ഏറ്റുപിടിച്ച് പറഞ്ഞു കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഉംദ എന്ന് പറയുന്ന കിതാബ്, ഇബ്നു നഖീബ് തങ്ങളുടെ ഉംദ എന്ന് പറയുന്ന കിതാബ്, നിനക്ക് ഒരുപാട് ഷറഹുകളുള്ള ഒരു കിതാബാണ് ഈ ഉംദ എന്ന് പറയുന്ന കിതാബ്. അതിന്റെ കൂട്ടത്തിൽ അറിയപ്പെട്ടൊരു എൻ്റെ പറയുന്ന ഷറഹന്നെയാണ് ഈ പറയുന്ന ഫത്തുഹുൽ വഹാബുൽ മാലിക് എന്ന ഒരു കിതാബ്. ഇതിനകത്തും ബിഗിയന്റെ അതേ ഇബാറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ 1-ാം വാള്യം ഇതിന്റെ 193 പേജിലും ഇതും സുന്നത്തായ കുളികൾ വിശദീകരിച്ച അധ്യായത്തിലാണ് കൊടുത്തതാണ്. വലിൽ മുഅ്തദ്ദത്തി ബഅദ ഫറാഗി ഇദ്ദത്തിഹാ, ഇദ്ദ കഴിഞ്ഞാൽ ഒരു കുളി സുന്നത്തുണ്ട് എന്ന് അതിലും പറയുന്നത് കണ്ടു. അപ്പൊ പിന്നെ ഈ ഒരു കുളി വേറെയും പല വലിയ കിതാബുകളിലൊക്കെ ഉണ്ട് എന്നുള്ളത് ഏറ്റുപിടിച്ചുകൊണ്ട് മഹാനായ ഇമാം ഷർക്കാവി റളിയല്ലാഹു അൻഹു ആശത്തു ഷർക്കാവിയിൽ പറഞ്ഞുകൊണ്ട്, അപ്പൊ സാധാരണഗതിയിൽ എൻ്റെ ശരീരം ഈ പറയുന്ന ചളി പോലത്തെ അങ്ങനെ വേർപ്പ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുളിക്കൽ സുന്നത്തുണ്ടല്ലോ. അപ്പൊ ആ കുളി ഉണ്ടായത് കൊണ്ട് ഇത് അതിനെതിരൊന്നുമല്ല, ഇത് വേറെ സെപ്പറേറ്റ് ഒരു ഇദ്ദയുടെ കുളി എന്ന് പറഞ്ഞ കുളി തന്നെയാണ്, അങ്ങനെ മനസ്സിലാക്കണം, ഇത് അതിനെതിരൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഇമാം ഷർക്കാവി റളിയല്ലാഹു അൻഹു ആശത്തു ഷർക്കാവിയിൽ. അതായത് സക്കൽ അൻസാർ റളിയല്ലാഹുവിന്റെ ഫതുഹുത്തുല്ലാബ് എന്ന ചെറിയൊരു കിതാബുണ്ട്. ആ കിതാബിനക്ക് എൻ്റെ ഒരു ഹഷ്യണ്ട്, ഹാഷ്യത്തു ഷർക്കാവി, ഇമാം ഷർക്കാവി തങ്ങളുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയ മഹാനാണ് ഇമാം ഷർക്കാവി തങ്ങൾ, നല്ല രചനയാണ്. ഇതിന്റെ 1-ാം വാള്യം ഇതിന്റെ 195 പേജിലുണ്ടോ കിതാബ് ത്വഹാറത്തിൽ നോക്കിയാൽ അവിടെയും കാണും.
ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് സുന്നത്ത് കുളികൾ പറഞ്ഞു ബഖിയ മിനൽ അഖ്സാലിൽ മസ്നൂനത്തി അൽ ഗുസ്ലു ലി ഖുറൂജിൽ മർഅത്തി മിനൽ ഇദ്ദത്തി ഉണ്ടാവും. വേറെയും ഒരുപാട് സുന്നത്തുകൾ ഉണ്ടല്ലോ. അപ്പൊ അതിൽപ്പെട്ടത് തന്നെയാണ് ഒരു ഇദ്ദ കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ കഴിഞ്ഞാൽ കുളിക്കുക എന്ന് പറയുന്നത്. അതൊരു സുന്നത്തായ കുളി തന്നെയാണ്. കമാ ദക്കറഹു ഫീ ബഅദി നുസുഖുൽ ലുബാബൻ, ലുബാബിന്റെ ചില നുസുഖുകളൊക്കെ അങ്ങനെ കാണുന്നുണ്ട്, പല ഇതിലുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് സാധാരണ നമ്മൾ കുളിക്കുന്ന കുളി അതുണ്ടായതുകൊണ്ട് ഇത് എതിരൊന്നും ആകൂല, അപ്പൊ ഇത് വേറെ സെപ്പറേറ്റ് കുളി തന്നെയാണ് എന്നുള്ളതും പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഇങ്ങനെ ഇദ്ദക്ക് ശേഷം ഒരു കുളി സുന്നത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ എതിർത്തതായിട്ടൊന്നും കണ്ടില്ല. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇനി ഇങ്ങനെ ഒരു കുളി കുളിക്കുന്നത്? എന്ത് ആവശ്യകത, ഇതിന്റെ ഒരു ഇല്ലത്ത്, ഇതിന്റെ റീസൺ ഇതെന്താണ്, എന്ത് കാരണത്തിന് വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും ചില കിതാബുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനാണ്, ജാമിൽ അസറിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാണ് ഹഫ്നാവി എന്ന്. ഒരുപാട് രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, ഇന്നും അവിടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇപ്പോഴും അടുത്ത എൻ്റെ ക്ലാസ് എടുക്കുന്ന ഒരു പണ്ഡിതനാണ് ജാമിൽ അസറിൽ. അദ്ദേഹം ഒരുപാട് കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ത്വഹാറ എന്ന് പറഞ്ഞുകൊണ്ടൊരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ വുളു, അതുപോലെ തന്നെ കുളി, തയമ്മം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഓരോരോ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ ഇതിൽ എൻ്റെ സുന്നത്തായ കുളികൾ എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പേജുകൾ വിശദീകരിച്ചു. ഇതിന്റെ 507-ാമത്തെ പേജിൽ ഒരു 18-ാമത്തെ സുന്നത്തായ കുളി എന്ന് പറഞ്ഞുകൊണ്ട് അൽ ഗുസ്ലുൽ മർഅത്തി ഇൻദ ഇന്തിഹാഇ ഇദ്ദതിഹാ, ഉണ്ടോ, ഒരു സ്ത്രീയുടെ ഇദ്ദ കഴിയുമ്പം അവൾ കുളിക്കൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇല്ലത്ത്, അതിന്റെ റീസൺ പറഞ്ഞു തരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു കാരണമായിട്ട് അദ്ദേഹമൊക്കെ പറയുന്നത്. لأنها بانتهاء العدة تصبح عرضة للخطبة فينبغي أن تكون نظيفة. ഇതൊരു വല്ലാത്തൊരു പോയിന്റ് വർത്താനായിട്ടാണ് തോന്നുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ഇദ്ദ എന്ന് പറയുമ്പം ഒരു ഭർത്താവിൻ്റെ എല്ലാം ഒഴിവാകുക എന്നാണ് ഇത് വരുന്നത്. വഫാത്തായാലും അതുപോലെ തന്നെ തൊലാക്കായാലും. അപ്പൊ ഒരു ഭർത്താവിന്റെ കീഴിലായതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഇദ്ദക്കർ കയറി വരുന്നത്. നേരെ മറിച്ച് വാപ്പ മരിച്ചതിന്റെ പേരിൽ മോൾ ഇദ്ധരിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. നേരെ മറിച്ച് ഭർത്താവ് മരിക്കുമ്പോഴാണല്ലോ ഈ പറയുന്ന ഭാര്യ ഇദ്ധരിക്കേണ്ടത്. അതുപോലെ തന്നെ തൊലാക്കായാലും. അപ്പം ഒരാളുടെ ഈ പറയുന്നതിൽ നിന്നും ഒഴിവാകൽ, മുക്തമാകൽ, ഇനി വേറൊരാളെ കല്യാണം കഴിക്കണമെങ്കിലൊക്കെ ഈ ഒരു ഇദ്ദ കഴിയണം. അതോടുകൂടെയാണ് ഇതെല്ലാം കഴിഞ്ഞു പോവുക. അത് കഴിഞ്ഞിട്ടേ പിന്നെ അടുത്തൊരാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിന്റെ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു കല്യാണത്തിലേക്ക് വരുമ്പോൾ ഒരു ശുദ്ധീകരണത്തിലൂടെ ആയിക്കോട്ടെ, അതാണ് ഫയംബഗി അൻ തകൂന നളീഫത്തൻ, അതൊരു വൃത്തിയുടെ ആകുമ്പോൾ അത് നന്നാവുമല്ലോ എന്നുള്ള കാരണവും പറയുന്നുണ്ട്. ഏതായാലും ആകത്തുക പറയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ഇദ്ദക്ക് ശേഷം ഒരുപാട് അനാചാരങ്ങളൊക്കെ പല നാടുകളിലും കാണുന്നുണ്ടെങ്കിലും എല്ലാം അനാചാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ആവരുത്. നേരെ മറിച്ച് ഇദ്ദൻ്റെ ശേഷം ഒരു സ്ത്രീ ഈ പറയുന്ന എൻ്റെ ഇദ്ദൻ്റെ ശേഷമുള്ള സുന്നത്ത്, എൻ്റെ കുളി എന്ന് പറഞ്ഞുകൊണ്ട് നിയത്ത് വെച്ച് കുളിച്ചാൽ അത് സുന്നത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിനെ എതിർക്കാനൊന്നും കഴിയൂല എന്നർത്ഥം കേട്ടോ.